കാശ്മീർ മഹാരാജാവിൻ്റെ നാണയ വിപ്ലവം. ഒരു കഥ പറയാം. 1857 ജമ്മു കാശ്മീരിലെ ഒരു കൊച്ചു മുറിയിൽ നടന്ന ഒരു രഹസ്യ യോഗത്തിലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. കാശ്മീരിലെ മഹാരാജ രൺബീർ സിംഗ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ദിവാൻ കിർപ്പ റാമിനോട് പറഞ്ഞു, നമുക്ക് സ്വന്തമായ ഒരു നാണയം വേണം. ബ്രിട്ടീഷുകാരുടെ കീഴിൽ നാം എന്തിനു കഴിയണം? ആ ഒരൊറ്റ തീരുമാനം കാശ്മീരിൻ്റെ ചരിത്രത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നറിയണം. നമ്മുടെ അമ്മൂമ്മമാർ പോലും നമുക്ക് പറഞ്ഞു തരാത്തൊരു കഥയാണിത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ എല്ലായിടത്തും ഒരേ രൂപയല്ലേ, പക്ഷെ അക്കാലത്ത് കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. കാശ്മീരിൽ മാത്രം 5 തരം നാണയങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊരു കടയിൽ പോയി ഹരിസിംഗ് റുപ്യ കൊടുത്താൽ, സാറേ ഇവിടെ നാനാക് ഷാഹി റുപ്യ മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയും. കിട്ടുന്ന ചില്ലറയോ ജൗ റുപ്യയിലും. ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരെ മനസ്സിൽ കണ്ടാണ് മഹാരാജാവ് ഒരു നാണയ വിപ്ലവം നടത്താൻ തീരുമാനിച്ചത്. 1877 വൈശാഖ മാസം, അതായത് നമ്മുടെ വിഷു ഒക്കെ കഴിഞ്ഞ ഒരു സമയം. എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുമ്പോൾ മഹാരാജാവ് പ്രഖ്യാപിച്ചു, ഇനി മുതൽ കാശ്മീരിന് സ്വന്തമായ നോട്ടുകളുണ്ടാവും. 1 രൂപ മുതൽ 1000 രൂപ വരെയുള്ള പല പല ഡിനോമിനേഷനുകളിൽ. പക്ഷേ എല്ലാം അത്ര എളുപ്പമാകാറില്ലല്ലോ. അത് കാശ്മീരിലും നമ്മുടെ നാട്ടിലെ പോലെ പല മടിശീലകളിലും വ്യാജ നോട്ടുകൾ എത്തി തുടങ്ങി. പാവം മഹാരാജാവിൻ്റെ പദ്ധതി പാളിപ്പോകും എന്ന് ജനങ്ങൾ പരസ്പരം പറഞ്ഞു തുടങ്ങി. പക്ഷേ ദിവാൻ കിർപ്പറാമിനൊരു ഐഡിയ വന്നു. നമ്മുടെ നാട്ടിലെ ഓല എഴുത്തുകാരെ പോലെ അദ്ദേഹം പേർഷ്യൻ മുഹ്റെ സീക്കാർ എന്ന പ്രത്യേക മുദ്ര അവരുടെ നോട്ടുകളിൽ ചേർത്തു. വ്യാജന്മാർക്ക് അത് അത്ര എളുപ്പത്തിൽ പകർത്താൻ കഴിഞ്ഞതുമില്ല. ബ്രിട്ടീഷുകാർ പോലും മൂക്കത്ത് വിരൽ വെച്ചു. ഈ കാശ്മീരികൾ എങ്ങനെയാണ് ഇത്ര മികച്ച സുരക്ഷാ സംവിധാനം ഉണ്ടാക്കിയതെന്നവർ അത്ഭുതപ്പെട്ടു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? നസീം ഹുസൈൻ അൽ ജാഫ്രിയും ഹിലാൽ അഹമ്മദ് തന്ത്രായും ഒരുമിച്ച് എഴുതിയ റീഗൽ കോയിൻക്രാഫ്റ്റ് എന്ന പഠനം നിങ്ങൾ വായിച്ചിരിക്കണം. നമ്മൾ പലപ്പോഴും നാണയം വെറും പണമായി മാത്രം കാണാറുണ്ട്. പക്ഷേ ഈ ഗവേഷകർ പറയുന്നത് വേറെയാണ്. നാണയങ്ങൾ ഒരു സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും കണ്ണാടിയാണെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ രൂപയിൽ അശോകസ്തംഭം കാണുന്നത് പോലെ കാശ്മീരിൻ്റെ നാണയങ്ങൾ എന്താണ് കാണാൻ കഴിയുക എന്ന് നിങ്ങൾക്ക് പറയാമോ? നമ്മുടെ കേരളത്തിൽ മലയാളവും ഇംഗ്ലീഷും ഒക്കെ കൂടിക്കലർന്ന് സംസാരിക്കുന്ന പോലെ കാശ്മീരിൻ്റെ നാണയങ്ങളിലും ഇതുപോലെ സംസ്കാരങ്ങളുടെ മിശ്രണം നമുക്ക് കാണാം. ഉദാഹരണത്തിന് 3 കാര്യം പറയാം. 1, ബഹുഭാഷാ സംസ്കാരം. നമ്മുടെ പഴയ 5 രൂപ നോട്ടിൽ 17 ഭാഷകളുള്ളതുപോലെ അവരുടെ നാണയങ്ങളിൽ നാഗരി, പേർഷ്യൻ, ഡോഗ്രി എന്നീ ലിപികളുണ്ടായിരുന്നു. ഒരു സാധാരണ മലയാളിക്ക് മനസ്സിലാകില്ലെങ്കിലും മഹേഷ് ചന്ദ്ര വിശ്വാസ് എന്ന പേര് നാഗരി ലിപിയിൽ എഴുതിയാൽ അതവർക്ക് നമ്മുടെ മലയാളം പോലെ സ്വാഭാവികമായിരുന്നു. 2, സാമ്പത്തിക സ്വാതന്ത്ര്യം. നമ്മൾ GST വന്നപ്പോൾ ഇനി നമ്മൾ ഒറ്റ രാജ്യം ഒറ്റ നികുതി എന്ന് പറയുന്ന പോലെ കാശ്മീരികൾക്ക് സ്വന്തം നാണയം ഉണ്ടാക്കിയപ്പോൾ ബ്രിട്ടീഷുകാരുടെ രൂപയ്ക്ക് മുന്നിൽ തല കുനിക്കാതെ സ്വന്തം നാണയത്തിൻ്റെ വില അവർ സ്വയം നിശ്ചയിച്ചു. 3, ടെക്നോളജി. നമ്മുടെ 2000 രൂപ നോട്ടിൽ പോലും ഇല്ലാത്ത തരം സുരക്ഷാ സംവിധാനങ്ങൾ അവർ അക്കാലത്ത് ഉൾപ്പെടുത്തി. ലണ്ടനിലെ വിഗിൻ സ്റ്റീപ്പ് കമ്പനിയിൽ നിന്ന് വാട്ടർമാർക്ക് പേപ്പറുകൾ അവർ വരുത്തി. നമ്മുടെ സിനിമകളിൽ കാണുന്ന പോലെ ടെക്നോളജി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്കുള്ള ഒരു കടത്തൽ. നമ്മുടെ അമ്മമാർ നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിയിടും എന്ന് പറയാറുണ്ട്. പണം ഉള്ളവർക്ക് ലജ്ജയില്ല എന്നർത്ഥത്തിൽ. എന്നാൽ മഹാരാജ രൺബീർ സിംഗിൻ്റെ നാണയങ്ങൾ പക്ഷേ അഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു. നമ്മുടെ തിരുവിതാംകൂറിലും ഇതേ കാലത്ത് രാമവർമ്മ മഹാരാജാവ് ചിത്ര തിരുനാൾ കാശ് എന്ന നാണയം പുറത്തിറക്കിയിരുന്നു. ഇന്നത്തെ തിരുവനന്തപുരത്ത് നടന്ന ആ നാണയ വിപ്ലവം അന്ന് ഇതുപോലൊരു വലിയ കാര്യമായിരുന്നു. 1947 നമ്മൾ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഈ നാണയങ്ങൾ ചരിത്രമായി. ഇന്ന് നമ്മുടെ പഴയ 1 രൂപ നോട്ടുകൾ ആൻറ്റിക് ഷോപ്പുകളിൽ വെറും ഓർമ്മയായി കിടക്കുന്നത് പോലെ. പക്ഷേ ഈ കഥ നമുക്ക് പറഞ്ഞിരുന്നത് എന്താണ്? സ്വന്തം വ്യക്തിത്വം, സംസ്കാരം, മൂല്യങ്ങൾ ഇതിനെല്ലാം വേണ്ടി നിലകൊള്ളാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ പഴമൊഴി പറയുന്ന പോലെ വേരുള്ളവനെ കാറ്റത്ത് നിലയുള്ളൂ. ഇത് തന്നെയാണ് കാശ്മീരിൻ്റെ നാണയ വിപ്ലവം നമ്മളോട് പറയുന്നത്. അടുത്ത ആഴ്ച വേറൊരു രസകരമായ കഥയുമായി തിരികെ വരാം. നിങ്ങൾ കേൾക്കാൻ വരുമല്ലോ. നന്ദി, നമസ്കാരം.